തകർന്നു പോയ അമേരിക്ക ചൈന ബന്ധം എങ്ങനെയെങ്കിലും ഒന്ന് പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ രണ്ട് രാജ്യങ്ങളും തുടരുന്നതിനിടയിലാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ്റെ വിവാദ പരാമർശം ഇന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈനയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഷിൻജിയാങ് മേഖലയിൽ വീഗർ വിഭാഗത്തിലുള്ളവർക്കെതിരെ കുറ്റകൃത്യങ്ങൾ, അതുപോലെ വംശഹത്യയുമൊക്കെ ഇപ്പോഴും തുടരുകയാണെന്ന് ബ്ലിങ്കൻ പറഞ്ഞ അഭിപ്രായം ഇന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിലൂടെയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം ഈ ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഈ US റിപ്പോർട്ടിൽ ചൈനയിലെ ഈ വംശഹത്യയെപ്പറ്റി ഈ വർഷവും ആവർത്തിച്ചാണ് ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. ഈ യുക്രൈൻ യുദ്ധവും ആഗോളതലത്തിൽ അമേരിക്ക ചൈന വ്യാപാര സഹകരണ സാധ്യതകളൊക്കെ അതുപോലെയുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ആന്റണി ബ്ലിങ്കൻ നാളെ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ മുസ്ലിം സമുദായം ഉൾപ്പെടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ ചൈനയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും പീഡനങ്ങളും അടിമപ്പണിയെപ്പറ്റിയുമൊക്കെ ഈ ആന്റണി ബ്ലിങ്കൻ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ചൈന ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. തീവ്രവാദം, അതുപോലെ വിഘടനവാദവും മത തീവ്രവാദവും ഒക്കെ തടയുവാൻ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഈ ഷിൻജിയാങ് മേഖലയിൽ അവർ സ്ഥാപിച്ചതായിട്ടുമാണ് ചൈന പറയുന്നത്.